സന്തോഷത്തോടെയും പ്രതീക്ഷയോടുകൂടിയും ഓരോ ദിവസങ്ങളെയും വരവേൽക്കണം എന്നാണ് നമ്മൾ പറയുക. പക്ഷേ ഒരിക്കൽ കൂടി കേരളം ഒരു ദുരന്തമുഖത്ത് നിൽക്കുകയാണ്. ഇന്നലെ വാൽപ്പാറയിലുണ്ടായ അപകടത്തിൽ 9 ജീവനുകളാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നാടിൻ്റെ ആകെ ദുഃഖമായി ആ സംഭവം മാറിയിരിക്കുന്നു. വളരെ കരുതലോടുകൂടി റോഡിൽ സഞ്ചരിക്കുക, റോഡിലെ സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ ചർച്ചകൾ നടക്കുന്ന ഒരു കാലം കൂടിയാണിത്. വിനോദസഞ്ചാരങ്ങൾക്ക് വേണ്ടി ധാരാളം യാത്രകൾ നടത്തുന്ന സമയം കൂടിയാണ്. കാരണം അവധി ദിവസമാണ്, കൂടുതൽ ആളുകൾ യാത്രകൾക്കൊക്കെ ഇറങ്ങുന്ന സമയമാണ്. സ്വാഭാവികമായും സന്തോഷത്തിൻ്റെതായ നിമിഷങ്ങൾ പ്രതീക്ഷിച്ച് നമ്മൾ ഇറങ്ങുന്നതാണ് ഈ സമയമൊക്കെ. പക്ഷെ അതൊക്കെ ഇതുപോലെ ദുരന്തങ്ങളിൽ കലാശിക്കുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ നമ്മളെയൊക്കെ നടുക്കുന്ന സംഭവമായി മാറുന്നു. പ്രവിത, സത്യത്തിൽ ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ ഈ ഇതിലെ മരണസംഖ്യ ഉയരുന്ന ഓരോ സമയം ഉണ്ടാകുമ്പോഴും അത് സംഭവിക്കരുതെന്ന് നമ്മൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ 9 പേരുടെ ജീവൻ പൊലിഞ്ഞു എന്ന വേദനാജനകമായ വാർത്തയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അതെ, ഞാനിവിടുത്തെ HM ആണ്. അവിടുത്തെ HM അജിത ടീച്ചറുമായിട്ട് ഞങ്ങൾ ഒന്നിച്ച് പഠിക്കുമ്പോൾ മുതലേ അടുപ്പുണ്ട്. പിന്നെ ഫസ്റ്റ് PSC കിട്ടിയത് ഞങ്ങൾക്ക് ഒന്നിച്ചാണ്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ രാമന്തോൾ സ്കൂളിൽ ഒന്നിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. വളരെ അടുത്ത ബന്ധം തന്നെയായിരുന്നു. കഴിഞ്ഞ ദിവസം കൂടെ ഞങ്ങൾ കണ്ടതാണ്. അടുത്ത വർഷം ഞങ്ങൾ രണ്ടുപേരും റിട്ടയർ ചെയ്യേണ്ടി വരുവാണ്. ആശ എന്ന് പറഞ്ഞ കുട്ടി ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്, എൻ്റെ സ്റ്റുഡൻ്റാണ്. ബാക്കി എല്ലാവരെയും എനിക്കറിയാം. പിന്നെ നല്ല സുഹൃത്ത് ബന്ധം അവരെല്ലാവരുമായിട്ടുണ്ടായിരുന്നു. ഒരു 6:03 കറക്റ്റ് അവിടുന്ന് പുറപ്പെട്ടു. 6 മണിക്ക് ലൈവ് ലൊക്കേഷൻ ഉണ്ട്, പോന്നിട്ടുണ്ട് അവിടുന്ന്. ഇപ്പോൾ മരണപ്പെട്ടതിൻ്റെ ടീച്ചർ LP സ്കൂളിൽ തന്നെ ഇപ്പോൾ നമ്മൾ ആ സ്കൂളാണ് പഠിപ്പിച്ചത്. അതിന് നാട്ടുകാരൻ തന്നെയാണ്. ഉറങ്ങിയിട്ടില്ല, വീട്ടിൽ പോയൊന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആയിട്ട് വന്ന ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അറിഞ്ഞപ്പോൾ ഭയങ്കര ഷോക്കായി മാത്രമല്ല, നമുക്ക് അത്രയും ഈ റംല ടീച്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നെയ്ബറാണ്, ഒരു ഫാമിലി ഫ്രണ്ട് പോലെയാണ്. അതായത് അങ്ങനത്തെ ഒരു കണക്ഷനുള്ള ഒക്കെ നമ്മൾ അറിയുന്ന ആൾക്കാരും ഈ മജീദ് മാഷും ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം അറിയുന്ന ആൾക്കാരും നമ്മുടെ നാട്ടുകാരൊക്കെയാണ്. അപ്പോൾ കേട്ടപ്പോഴുള്ള ഒരു ഷോക്ക് നല്ലൊരു യാത്രയപ്പോൾ കൊടുക്കുക. അധ്യാപകരെ നമ്മൾ ഓർക്കുന്നത് പറഞ്ഞാൽ നമ്മൾ വളരെ ഇഷ്ടപ്പെട്ട അധ്യാപകരാണ്. വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും എല്ലാം അധ്യാപകർ. നമ്മൾ HM വന്ന് 2 വർഷമായിട്ടുള്ളൂ. ഇവിടെ മറ്റ് സ്റ്റാഫെല്ലാം 10 വർഷത്തെ കൂടുതൽ ഇവിടെ ജോലി ചെയ്തു വരും. അവർ നാട്ടുകാരും ഞങ്ങളായിട്ട് നല്ലൊരു അധ്യാപകർ നാട്ടുകാരുടെ ബന്ധത്തിൽ നമ്മളൊരു സുഹൃത്തുക്കളിപ്പോൾ എല്ലാ കാര്യത്തിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന അവരാണ്. പിന്നെ സ്കൂളിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി അവർ കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാർ. ഒരു സർക്കാർ സ്കൂളാണെങ്കിൽ പോലും അവർ പ്രൈവറ്റ് സ്കൂൾ ടീച്ചേഴ്സിനെ പോലെ ജോലി ചെയ്യുന്നുണ്ട്. ടൈം നോക്കാതെ സമയം എല്ലാം ഒന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ. അത്രയും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കൊക്കെ അധ്യാപകരെല്ലാവരും നമ്മൾ. മറ്റുള്ളവരെല്ലാം ഇവിടെ സ്ഥിരമായിട്ട് 10 കൊല്ലത്തിന് മേലെ ജോലി ചെയ്യുന്ന ആൾക്കാരൊക്കെ.